ആഷു ആഷു എഴുന്നേക്ക് മോളെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ്ടേ? വേണം. എഴുന്നേറ്റ് പോയി ബ്രഷ് ചെയ്ത് ശുശു വെച്ച് വാട്ടാ റെഡിയാവാട്ടാ. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ നല്ല ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതേ ബ്ലൂ കളറിൽ ആഷുമോളും ഡ്രസ്സ് ചെയ്തു. ഞങ്ങൾ രാജേഷിനോട് ബ്ലൂ കളർ ഇടാൻ പറഞ്ഞപ്പം ആളിട്ട് വന്ന ടീഷർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ബ്ലൂ കളർ ഇടാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോകണമല്ല എന്ന്. പൊതുവേ ഈ ആണുങ്ങൾ എപ്പോഴും ഇങ്ങനെ മാച്ചിങ് ഇടാൻ ഒരിച്ചിരി പുറകോട്ടാണ്. എന്നാൽ ഫങ്ഷൻസിനൊക്കെ ഞങ്ങൾ ഒരേപോലെ മാച്ച് ചെയ്താണ് കേട്ടോ കൂടുതലും ഇടാറ്. പതിവ് പോലെ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞപ്പോൾ ബ്യൂട്ടിഫിക്കേഷൻ തുടങ്ങി. അപ്പോൾ ഒന്ന് കളിയാക്കി ചിരിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാർക്കിങ്ങിലെത്തി. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിൽ കയറുകയാണ്. ആഷ്മോൾ തന്നെ ഡോറൊക്കെ തുറന്ന് കയറാനൊക്കെ സെറ്റായി തുടങ്ങി കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞുള്ള ഒരു അറിവ് വെച്ച് ഈ ബഹ്റൈനിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻസും തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫ്രൈഡേയിൽ പുറത്തു പോകും. ഞങ്ങൾ UAE-യിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല ഒരിക്കലും. നമ്മളെന്നും സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കുക്ക് ചെയ്ത് കഴിക്കാറ്. പക്ഷേ ബഹ്റൈനിൽ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് മിക്കവാറും എല്ലാ ഫാമിലീസും ബാച്ചിലേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ പുറത്തു പോയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതാ ഈ നമ്മൾ ഏകദേശം ആ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഫുള്ള് ട്രാഫിക്കാണ്. രണ്ട് സൈഡിലും പാർക്കിംഗ് ചെയ്ത് ഓവർ പാർക്കിംഗ് ആയിട്ടാണ് നിൽക്കുന്നത് വഴിയെല്ലാം. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ നല്ല സ്ലോ മൂവിങ് ട്രാഫിക്കായിട്ടാണ് പോകുന്നത്. കാരണം ഓരോ വണ്ടിയും നമുക്ക് മുമ്പിലുള്ളത് അവർക്ക് പാർക്കിംഗ് കിട്ടിയാലേ അടുത്ത വണ്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരാൾ കഴിച്ചിറങ്ങി വന്നിട്ട് അവരുടെ വണ്ടി എടുത്ത് പോകുന്ന ഗ്യാപ്പിൽ അതിനുവേണ്ടി വണ്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അല്ലാത്ത കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൈഡിലേക്ക് നീങ്ങി കുറച്ച് മുമ്പോട്ട് നീങ്ങി പോകുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് വളരെ സ്ലോ മൂവിങ് ആയിട്ടാണ് ആ ഒരു ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമുക്ക് റെസ്റ്റോറൻറ്റ് ദൂരെ നിന്ന് കാണാമെങ്കിലും റെസ്റ്റോറൻറ്റ് ഒരു ബോർഡ് ദൂരെ നിന്ന് കാണാമെങ്കിലും അതിനടുത്തേക്ക് ചെന്നിട്ട് പോലും നമുക്കവിടെ പാർക്ക് ചെയ്യാനൊരു സ്പേസ് നമുക്ക് ആ സൈഡിലൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിപ്പോഴും സ്റ്റിൽ പാർക്കിങ്ങിന് സ്പേസ് നോക്കി നിൽക്കുകയാണ്. അവിടെ അങ്ങ് ദൂരെ കാണുന്ന ഒരു യെല്ലോ ബോർഡാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. നമ്മൾ പോകുന്നത് സംഗീത റെസ്റ്റോറൻറ്റിലേക്കാണ്. UAE-യിലൊക്കെ ഉള്ളതാണ് സംഗീത റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. പക്ഷേ അവരുടെ ഫുഡൊക്കെ ഭയങ്കര എക്സ്ട്രീം ടേസ്റ്റിയാണ്. അപ്പം നമുക്കവിടെ നമ്മൾ മിക്കവാറും ഫ്രൈഡേസിൽ അവിടെയാണ് പോവാറ്. ഈ സ്ട്രെയിറ്റ് സംഗീതയുടെ സൈഡിൽ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സൈഡിലേക്ക് ചേർത്ത് സൈഡിലുള്ള ഒരു പോക്കറ്റ് റോഡ് എടുത്ത് അവിടെ പാർക്ക് ചെയ്തു. അവിടുന്ന് കുറച്ചൊന്ന് നടന്നാണ് നമ്മൾ സംഗീതയുടെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് പാർക്കിംഗ് ചെയ്തതിന് ശേഷം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന യെല്ലോ ബോർഡാണ് സംഗീത റെസ്റ്റോറൻറ്റ്. അവിടെ കുറേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം പക്ഷേ സംഗീതയുടെ ഒരു സ്പെഷ്യൽ ഫുഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കുക എന്നുള്ള ഒരു ഇത് ഇഷ്ടം വീണ്ടും ഉള്ളതുകൊണ്ടാണ് നമ്മൾ സംഗീത തന്നെ ലക്ഷ്യമാക്കി വീണ്ടും പോകുന്നത്. പല റെസ്റ്റോറൻറ്റ്സിൽ ഇതിനിടയിൽ എല്ലാ ഫ്രൈഡേസിലും നമ്മൾ ട്രൈ ചെയ്തു. എന്നാലും ഇത് ഞാൻ രണ്ടാമത് വീണ്ടും സംഗീതയിലെ ഈ ഒരു ഫുഡ് നിങ്ങളെ കാണിക്കണമെന്ന് കരുതി തന്നെയാണ് വീണ്ടും നമ്മൾ സംഗീതയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് സംഗീതയിലേക്ക് എത്തുകയാണ്. സംഗീത വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നോൺ വെജ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അവരുടെ മെയിൻ ഐറ്റമാണ് എല്ലാം വെജിറ്റേറിയൻ ക്യൂസിൻസ് എല്ലാം അവരുടെ ഭയങ്കര ഭയങ്കര പ്രസിദ്ധമായ ഫുഡാണ് അവരുടെ എല്ലാം. അപ്പോൾ നമ്മളിതാ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഡെലിവറി ബോയ്സും പോകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് വീടുകളിലേക്ക്
വാങ്ങിക്കഴിക്കുന്നവരും ഉണ്ട് എന്ന് ചുരുക്കം. നമ്മൾ താഴെ നല്ല ഒരു കുറച്ച് ഏരിയ ഉണ്ട് ഇരിക്കുന്നതിന് വേണ്ടിയും കഴിക്കുന്നതിന് വേണ്ടിയിട്ടും. നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മുകളിലാണ് കൂടുതൽ ഫാമിലി ഏരിയ ഉള്ളത്. മുകളിൽ നല്ല സ്പേഷ്യസ് ആണ്. ഒരു 2-3 സെക്ഷനായിട്ട് തിരിച്ച് ഉള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ അകത്തേക്ക് കയറി നമ്മൾ അവിടെ മുകളിലാണ് കിച്ചണും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറി ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അവിടെ നമുക്കപ്പോൾ ടേബിൾ വേക്കൻ്റ് ആയിട്ട് കിട്ടി. മിക്കവാറും തന്നെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയും ടേബിൾ കിട്ടും, കാരണം അത്രയും സ്പേസ് അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ സംഗീതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതാ നോക്കിക്കോ, ഇവിടെ മൊത്തം ചുവർ ചിത്രങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഓരോ സ്റ്റേറ്റിൻ്റെയും, ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഓരോ ആ സ്റ്റേറ്റിനെ കൂടുതൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഓരോ കാഴ്ചകളാണ് അവിടെ ചുമർ ചിത്രങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് മിനി ടിഫിനാണ്. ഇതാണ് മിനി ടിഫിൻ. ഒരു മസാല ദോശയുണ്ട്, അതിന് ചട്നിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഒരു കറിയും കൂടിയുണ്ട്. പിന്നെ കേസരിയാണ്, റവ കേസരി. ഇത് ഉപ്മാവാണ്. മിനി ഇഡലി ഉണ്ട്, ഒരു വടയുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഒരു മിനി ടിഫിൻ എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്നത്. അതുകൂടാതെ ഒരു മിനി കോഫി കൂടിയുണ്ട്. അപ്പം നമ്മൾ 2 മിനി കോഫി കൂട്ടി ഒരു ഫുൾ കോഫി ആയിട്ടും പിന്നെ ഒരു ഫുൾ കോഫിയും കൂടെ ഓർഡർ ചെയ്തു. നല്ല ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. എനിക്ക് ഫിൽറ്റർ കോഫി ഭയങ്കര ഇഷ്ടമാണ്. കോഫി ലവേഴ്സ് ഉണ്ടോ ഇവിടെ? അപ്പം ഞാൻ പുറത്തിറങ്ങിയാൽ കൂടുതലും വാങ്ങിക്കുന്നത് കോഫിയാണ്. ആഷുമോൾ എന്നെ ചവച്ച് കാണിച്ച് ജോക്കിന് ചവച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അവൾക്ക് ഇതൊന്നും ഫുള്ള് കഴിക്കാനൊന്നും പോയിട്ട് അതിൻ്റെ ഒരു അംശം കഴിക്കാനേ പറ്റുള്ളൂ. എന്നാൽ അവൾക്ക് റവയുടെ കേസരി ഇഷ്ടമാണ്, മിനി ഇഡ്ഡലി ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് സെപ്പറേറ്റ് വാങ്ങിയില്ലെങ്കിൽ എൻ്റെ സാധനം കൊണ്ട് അവൾ പോകും. അപ്പോൾ എനിക്കും വേണം കേസരി. അതുകൊണ്ട് ഞങ്ങൾ 3 പേർക്കും മിനി ടിഫിൻ തന്നെ ഓർഡർ ചെയ്തു. മസാല ദോശ പകുതി കഴിച്ച് ബാക്കി മസാല ദോശ രാജേഷിന് കൊടുത്തു. പിന്നെ ഞങ്ങൾ അവളുടെ പല സാധനങ്ങളും ഞങ്ങൾ 2 പേരും കൂടെ ഷെയർ ചെയ്ത് തീർത്തു. അവൾ കുറച്ചേ കഴിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് തീർന്നു. ബില്ല് വന്നിട്ടുണ്ട്. നമ്മൾ ബില്ല് പേ ചെയ്യുന്നത് താഴെയാണ്. അപ്പോൾ നമ്മൾ നേരെ കഴിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ താഴേക്ക് പോവുകയാണ്. താഴെ നമ്മൾ എത്തിയിട്ടുണ്ട്. രാജേഷ് ബില്ല് പേ ചെയ്യുകയാണ്. അപ്പം ഇവിടെ നമ്മുടെ ബേക്കറികളിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് മിക്സറുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ട്രീ ഓഫ് ലൈഫിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗായിട്ട് ഇതിങ്ങനെ പോട്ടെ. പിന്നെ നമുക്ക് അടുത്ത വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ പറയാം. ബൈ.